ആദ്യം നമ്മൾ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ഇടുന്നുണ്ടല്ലോ. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ 2 സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര ഉണ്ടോ, പിഞ്ചുപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ശകലം പാലൊഴിച്ച് കൊടുക്കണ്ടേ. ഇങ്ങനെ കട്ട പിടിക്കാതെ ഒന്ന് മിക്സാക്കി ഇളക്കിയെടുക്കണേ. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഗ്യാസ് ഇതുവരെ കത്തിക്കില്ല. നമ്മളിത് കട്ടയില്ലാതെ റെഡിയാക്കി എടുത്തിട്ട് വേണം ഇത് ഗ്യാസ് ഓൺ ആക്കാനായിട്ട്. കട്ടയില്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുവാണേ. അപ്പോൾ നമ്മൾ മിക്സ് കുറുകി വന്നിട്ടുണ്ട്. നമ്മളൊരു ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും കേട്ടോ. നമ്മളൊരു ബീട്രൂട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശകലം വാനില എസൻസ് ആട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിലേക്ക് ചേർക്കുന്നുണ്ടോ. ചെറിയ ചെറിയ കട്ടകളുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കസകസ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചോദിക്കും. അപ്പോൾ നമുക്ക് ഐസായിട്ടുള്ളവർക്ക് ഐസ് ഇട്ട് കൊടുക്കാം. അല്ലാത്തവർക്ക് ഫ്രീജ് വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിൽ വെക്കരുത് ഒരിക്കലും. നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഒരുപാട് ഇതൊന്നും കൂട്ടുകളൊന്നുമില്ല. നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞു കുടിക്കാനും എല്ലാം കൊണ്ടും പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.